ഓർമ്മ വച്ച നാളു മുതൽ കണ്ട വീടാണിത്. അതിപ്പോൾ വെറും ഒരു ഓർമ്മയായി മാറി. ഹായ്. ഏകദേശം 63 വർഷത്തോളം പഴക്കമുള്ള ഞങ്ങളുടെ കുടുംബ വീടാണ് കേട്ടോ. എൻ്റെ അമ്മയും കുഞ്ഞമ്മയും ഞാനും എൻ്റെ അനിയനും അനിയത്തി എല്ലാവരും ഞങ്ങളെല്ലാം ജനിച്ചു വളർന്ന വീടാണ് ഇത്. ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെയും ഈ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഞാൻ 10ൽ പഠിച്ചപ്പോഴത്തേക്ക് ഇവിടെ കറണ്ട് കിട്ടിയതും വഴി സൗകര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ വേറെ സ്ഥലത്തേക്ക് മാറേണ്ടി വന്നത്. ഇവിടെയൊക്കെ ഞങ്ങൾ വിളക്ക് എത്തിക്കുമായിരുന്നു. പണ്ടത്തെ വീടല്ലേ, പല സ്ഥലങ്ങളിലായിട്ട് പല സങ്കല്പങ്ങളും വിളക്കെത്തിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതെല്ലാം എൻ്റെ അച്ഛൻ്റെ കൃഷിയാട്ടോ. അച്ഛൻ ഒത്തിരി ഉണ്ട്. 4 വശത്തായിട്ട് അച്ഛൻ റിട്ടയർഡായിട്ട് വന്ന ശേഷം ഇവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ മഴയിൽ ഈ വീടിൻ്റെ കുറേ ഭാഗങ്ങൾ ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വെച്ച് കുടുംബ വീടല്ലേ, ഇങ്ങനെ ക്ഷയിച്ച് കിടന്നാൽ ആ വീട്ടിലുണ്ടാകുന്ന എല്ലാ വ്യക്തികൾക്കുമുള്ള ദോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഈ വീട് മൊത്തത്തിലങ്ങ് പൊളിച്ചിട്ട് ഇവിടെ ഇതേ സ്ഥലത്ത് തന്നെ പുതിയ വീട് വയ്ക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തത് പോലും കേട്ടോ. പണ്ടത്തെ കുറേ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്ന വീടല്ലേ. ഇതായിരുന്നു നമ്മുടെ പൂജാമുറി. ഇതിനകത്ത് ഇപ്പോഴും വിളക്കെത്തിപ്പും പൂജയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വീട് പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇവിടുന്ന് മാറ്റി അപ്പുറത്ത് അമ്മൂമ്മയുടെ വീട്ടിലോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ റൂം. ഇതായിരുന്നു ഞാൻ കിടന്നിരുന്ന റൂം. ഞങ്ങളുടെ കിണർ, വെള്ളമൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരിക്കലും വെള്ളം വറ്റിയിട്ടില്ല. ഈ സ്ഥലത്തിനൊക്കെ അന്നൊന്നും വലിയ ഭംഗിയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ സ്ഥലം. ഈ കസേര ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ആ കസേരയുടെ സ്ഥാനം അത് തന്നെ കേട്ടോ. അതിലാരും ഇരുന്നും ഞാൻ കണ്ടിട്ടില്ല, അതവിടെ നിന്ന് മാറിയും കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണൊക്കെ, തറയിലെ മണ്ണൊക്കെ ഒരുമാതിരി കടപ്പുറത്തെ മണൽ പോലെയാണ്. ചവിട്ടി അങ്ങ് ചിലപ്പോൾ താഴ്ന്നു പോകുന്ന രീതിയിലുള്ള മണ്ണാണ്. കടപ്പുറത്ത് കാണുന്ന പോലെ ശംഖും കക്കയും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് എവിടെ നിന്ന് വന്നതെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അമ്മ, എൻ്റെ മോള്, ഞങ്ങളെല്ലാവരും ഉണ്ട്. എൻ്റെ കുഞ്ഞമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛൻ. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഞങ്ങളിവിടുന്ന് വിളക്ക് കത്തിയപ്പോൾ മറ്റേ വീട്ടിലോട്ട് മാറ്റുക. ഇതൊക്കെ വീടിനുള്ളിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ കേട്ടോ. അധികമൊന്നുമില്ല, ഇതുപോലത്തെ 1-2 ഐറ്റം കിട്ടിയിട്ടുള്ളൂ. ഒരു വലിയ കുടമാണ്, മൺകുടം. ഇതിൽ നമുക്ക് മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വയ്ക്കാം. പിന്നെ ഇതാണെങ്കിൽ ഇടിയല്ലേ, ഇത് ഇപ്പോഴും എല്ലായിടും ഉണ്ടായതുകൊണ്ട് വലിയ പുതുമയൊന്നും തോന്നിയില്ല. പിന്നെ ഈ ഒരു സാധനം, ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രണ്ടിൽ 2 തൂണുണ്ടായിരുന്നു, അത് താങ്ങി നിർത്തിയിരുന്നതായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ അടിയിൽ വെച്ചിരുന്നതാണ്. പിന്നെ ഒരു തുടം കിട്ടി, നെയ്യൊക്കെ ഇളക്കുന്ന എണ്ണയൊക്കെ ഇളക്കാനുള്ള തുടം. പിന്നെ ഞങ്ങളിത് പഠിച്ചിരുന്ന റാന്തലായിരുന്നു. അച്ഛൻ നട്ടിരുന്ന കുറേ ചേനയും ചെയ്യുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വിളഞ്ഞ് പാകമാവുന്നതിൻ്റെ അടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഏരിയ എല്ലാം വൃത്തിയാക്കി കൊടുക്കണമായിരുന്നു. നല്ല JCB കൊണ്ടുവന്നിട്ട് മൊത്തം ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ പത്തായപ്പര. ഞങ്ങൾ അധികം ഇതിനകത്തോട്ട് കയറിയിട്ടില്ല. എന്ന് വെച്ചാൽ അന്ന് കറണ്ടും ഇല്ല, ഭയങ്കര ഇരുട്ടായിരുന്നു, ഒന്നും കാണാനും വയ്യ. പക്ഷെ അന്ന് ഓല കെട്ടിയ വീടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ഷീറ്റ് ഇട്ടത്. അപ്പോഴേ നമ്മുടെ ഓല മേയുന്ന ദിവസം ഉണ്ടല്ലോ, അന്ന് ഇത് മൊത്തം ഇളക്കുമ്പോഴത്തേക്കാണ് ഇവിടെയൊക്കെ ഒന്ന് പ്രകാശത്തിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതാ ഇപ്പോഴാണ് കാണുന്നത്. അതിനകത്ത് കുറേ കുപ്പികൾ, പത്തായത്തിൽ സാധാരണ നെല്ലാണ്, പക്ഷെ ഞങ്ങളുടെ പത്തായത്തിൽ കുറേ ആക്രി കുപ്പികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീൻ ഗുളിക വരുന്ന കുപ്പികളും അങ്ങനെ കുറേ എന്തൊക്കെയോ കുപ്പികളുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മോളതെല്ലാം നുള്ളിപ്പറക്കി വെച്ചേക്കാം അവൾക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട്. ഇവിടെ ഇരുന്നായിരുന്നു കേട്ടോ ഞാൻ പഠിച്ചിരുന്നത്. എൻ്റെ ടൈം ടേബിളാണ്. പിന്നെ ആ ജനലിൻ്റെ ബാക്ക് വശം, അതാണ് എൻ്റെ ബോർഡ്. ടീച്ചറും കുട്ടിയും കളിയും എല്ലാം ഇവിടെ തന്നെ ആയിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഈ ഭാഗത്തായിരുന്നു അടുക്കളയും തളവും ഒക്കെ വന്നിരുന്നത്. അവിടെ ഇരുന്നായിരുന്നു ഞങ്ങളെല്ലാവരുടെ ചോറ് കഴിക്കുന്നത്. ഇവിടെ നിലത്തിരുന്നായിരുന്നു കഴിച്ചിരുന്നത്. പിന്നെ ഇതൊരു തട്ടിൻ പുറമുള്ളൊരു മുറിയായിരുന്നു. ഇതിലെ കൂടെയാണ് തട്ടിൻ്റെ പുറത്തോട്ട് കയറി പോകണം. ചെങ്കല്ല് കിട്ടില്ല, ഞാൻ അകത്തോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, പേടിയായിരുന്നു അന്നൊക്കെ ഇതിനകത്തോട്ട് കയറാനൊക്കെ.
കോഴിയും കാര്യങ്ങളും ഒക്കെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കെട്ടിത്തൂക്കി ഇടുമായിരുന്നു. അങ്ങനെ അധികം ഇതിനകത്തോട്ട് കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇരുട്ടായിരുന്നു ഇതിനകത്തൊക്കെ. എന്താ ഏതാണെന്നൊന്നും അന്ന് അറിഞ്ഞില്ല. ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് പോലും. കണ്ടോ, ആ വീടും എല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഒരു അവശേഷിപ്പ് പോലും അവിടെ ബാക്കിയില്ല. വെറും പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമായി. ഇതിപ്പോൾ ഞങ്ങളുടെ കുറ്റിയടിക്കുന്ന ദിവസമാണേ. അന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു.